അല്ല, ഇവിടെ ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോഴേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഡെമോക്രസിയിലാണല്ലോ. ആ സിസ്റ്റത്തെ റൺ ചെയ്യുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുകയല്ല. നോക്കൂ, ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു പ്രവർത്തിക്കേണ്ടത് ഭരണ നേതൃത്വത്തിലുള്ളവരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ ഒരു വാർഡോ അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടറോ SP ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ശരിയാണ്. അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? 5ാമത്തെ ദിവസമാണ് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ഈ സ്ഥലത്ത് വന്നത്. എന്തുകൊണ്ടാണെന്നറിയോ വന്നത്? എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കർണാടക മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ആ പ്രദേശം സന്ദർശിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. നമുക്ക് കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള രീതികളൊന്നുമില്ല. അവർക്കിതൊക്കെ ഒരു സ്വാഭാവികമായ സംഭവമാണ്. അതിന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്തങ്ങ് അവസാനിപ്പിക്കും. 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കും. ആ 10 ലക്ഷം രൂപ കിട്ടുന്നതോടെ എല്ലാ പ്രതിഷേധവും അടങ്ങും. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ അവർ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന രീതിയിലുള്ള വലിയ സെർച്ചിങ് ഒന്നും നടക്കുന്ന സംസ്ഥാനങ്ങളല്ല മറ്റ് സംസ്ഥാനങ്ങൾ. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പലപ്പോഴും എത്ര വലിയ അനാസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, VIP ആണോ എന്നുള്ള പ്രശ്നം. 2009 ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന 4 പേരും കൂടി ആന്ധ്രാപ്രദേശിലൊരു വനത്തിൽ കാണാതായി. ഒരു ഹെലികോപ്റ്റർ സഞ്ചരിക്കുകയാണ് 2009. അന്ന് UPA സർക്കാരാണ് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ. YSR എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ YSRനെ കാണാതായി 4 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നത്. വലിയൊരു തിക്ക് ഫോറസ്റ്റിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. പക്ഷേ ആ 4 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറക്കമുളച്ച് റിപ്പോർട്ട് ചെയ്ത ദിവസമാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഉറക്കമുളച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതെന്നറിയാവോ? മുഴുവൻ സമയവും തിരച്ചിലാണ്. മുഴുവൻ 24 hours തിരച്ചിലാണ്. ഏതൊക്കെ വിഭാഗങ്ങളാണ് തിരഞ്ഞതെന്നറിയാം. അത്ര തിക്കായിട്ടുള്ള ഒരു ഡെഡ്ലി ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ഈ 4 days എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം വെച്ചാൽ അത്രത്തോളം ഫോഴ്സുകളെ അങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടാണ് ഈ YSR. അദ്ദേഹം ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരാണ്, വില കൂടിയ ജന്മങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എൻറ്റയർ മിഷനറി അവിടെ പ്രവർത്തിച്ചത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ YSRൻ്റെ മരണവാർത്ത അറിയുമ്പോൾ എൻറ്റയർ ക്യാബിനറ്റ് കൂടുകയാണ് UPA സർക്കാരിൻ്റെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ MLA നിന്ന് മാത്രമാണ് ഒരു പരിമിതികളുണ്ട്. നല്ല പരിമിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിനൊരിക്കലും കർണാടക ഗവൺമെന്റിനെ തള്ളിപ്പറഞ്ഞ സർക്കാരിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സർക്കാരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോഴും നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട കാര്യം, നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഒരു വലിയ എഫേർട്ട് അവിടെ എടുത്തിട്ടുണ്ട്, അല്ലേ? മാധ്യമപ്രവർത്തകരെ അടക്കം അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതും രഞ്ജിത്ത് ഇസ്രായേലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അർജുൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. അർജുൻ ഇത്രത്തോളം പിന്തുണ, അർജുൻ്റെ കുടുംബത്തിന് ഇത്രത്തോളം പിന്തുണ, മുഴുവൻ മലയാളികളും. ഇപ്പോൾ അവിടെ നിന്ന് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ വീണ്ടും എത്രയോ സംഘങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. മുക്കത്തു നിന്നുള്ള കുറച്ച് സംഘം, എൻ്റെ മുക്കം, കർമ്മ ഓമശ്ശേരി, പുൽപ്പറമ്പ് രക്ഷാസേന, അതിൽ ഈ പുൽപ്പറമ്പ് രക്ഷാസേന ബോട്ടടക്കമായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തെരച്ചിലിന്. അപ്പോൾ ആ തരത്തിലൊരു വലിയ സംഘം, ഇന്നിപ്പോൾ 30 പേരാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അങ്ങനെ പിന്തുണ ലഭിക്കാത്ത ഇപ്പോൾ 4 പേരാണല്ലോ ഇപ്പോൾ സതീഷ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. 4 പേരാണ് അവിടെ ഇനി കിട്ടാനുള്ളത്. ബാക്കിയുള്ളവർ തമിഴ്നാട്ടുകാരാണ്. അവരെന്ന് വെച്ചാൽ ഇവർ പിറകെ ഇങ്ങനെ പോയിട്ട് ജിത്തിനൊക്കെ പറയാൻ, ജിത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ആളെ കൂടി ഒന്ന് ചോദിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് അതായത് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന, ഈ ലക്ഷ്മണന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബം അവിടെയാണ് ഉണ്ടാവുക എന്നവർക്കറിയാലോ. ആ ഹോട്ടലിലുള്ള സ്ഥലത്താണല്ലോ. അവിടേക്ക് മണ്ണ് കോരിയിടുകയാണ്. ഇത് പറയുന്ന സമയത്ത് അവിടെ മണ്ണ് കോരിയിടുക. എൻ്റെ മകൻ്റെ മുകളിലേക്ക് മണ്ണിടുന്നു എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ YSRൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത്. വെച്ചാൽ നമുക്ക് 2 തരം പൗരന്മാരെന്നൊന്നും അല്ല കേട്ടോ പറയേണ്ടത്. 1000 തരം പൗരന്മാരാണ് ഓരോ സ്ഥലത്തുമുള്ളത്. നമ്മുടെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും എന്താ പറയുക, 4 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഈ ഡെഡ് ബോഡി കണ്ടെത്തുന്നവരെ ഉറക്കമില്ലാതെ ഡൽഹി കേന്ദ്രീകരിച്ചൊരു വാർ റൂം പ്രവർത്തിക്കുകയാണ്. എവറി മൊമെൻറ്റ് ഇത് മുഴുവൻ മോണിറ്റർ ചെയ്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം, ഡിഫൻസ് മിനിസ്ട്രി, അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചൊരു വാർ റൂം സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്ത് അവസാനം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഡെഡ് ബോഡിയാണ് കിട്ടിയത്, പക്ഷേ ആ ഇഫേർട്ട് അവിടെ ഇടുന്നു എന്നുള്ളതാണ്. ഇവിടെ അതേസമയം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ സമീപനം എന്ന് പറയുന്നത് ഇതാണ്. അത് ചോദിച്ചാൽ തരാതരം പോലെയാണ്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കാണാതിരിക്കുക. ആ ഒരു സൊസൈറ്റിക്കകത്ത് ഇയാൾ എത്ര പ്രധാനിയാണ് എന്നുള്ളതിനനുസരിച്ചാണ് അയാളുടെ ജീവൻ്റെ ഒരു
വാല്യൂ നിശ്ചയിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ മധ്യപ്രദേശിലൊരു ദളിതൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ വിഷയം നമ്മൾ അത്ര ദീർഘമായി ചർച്ച ചെയ്തതാണ് അല്ലേ? അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉന്നയിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചൊരു സംഭവം വലിയൊരു രാഷ്ട്രീയ വിവാദമായ രാജ്യത്താണ് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് യാതൊരു ഇനിഷ്യേറ്റീവും എടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ എന്താ അറിയോ, അതുകൊണ്ട് രാഷ്ട്രീയമായി വലിയ നേട്ടമൊന്നുമില്ലെന്ന് ഇവിടുത്തെ ഇതാണ് പ്രശ്നം. അതേസമയം ഈ പറഞ്ഞ ദളിതൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ടുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തെ ലഘൂകരിച്ച് കാണുകയല്ല, മറിച്ച് ഇവിടെ ഇപ്പോൾ ഈ മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ പോയി ഒന്ന് അന്വേഷിച്ചു, നടന്നില്ല, അടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കോളൂ ഈ എല്ലാ തെരച്ചിലും അവസാനിക്കും കേട്ടോ. നാളെ ഇപ്പം ഈ പറയുന്ന ഡ്രഡ്ജിങ് തുടങ്ങുന്നു എന്ന് പറയുന്നു. നമുക്ക് നോക്കാം, ആ ഡ്രഡ്ജിങ് കുറച്ച് ഒരു 1-2 ദിവസം തുടരും. അതിനുശേഷം ദി എൻറ്റയർ ഫോഴ്സ് വിൽ വിഡ്രോ. അത് ഉറപ്പായിട്ടും പിന്നോട്ട് പോകും. പിന്നെ ഈ കിട്ടുന്നത് വരെ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുമോ, ഇതൊക്കെ എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമുക്കിത് മനസ്സിലാവും. പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ബ്ലെയിമിംഗ് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ വളരെ ആലസ്യത്തോടുകൂടി അലംഭാവത്തോടുകൂടി ആദ്യം തന്നെ ഈ വിഷയത്തെ സമീപിച്ച് പോയതൊരു ഡ്രൈവറല്ലേ, അതങ്ങ് പോട്ടെ, നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തങ്ങ് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്ന മനോനിലയോടുകൂടി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാളിച്ച. അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നമെന്നേ. അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നതിനപ്പുറം നാളെ ആർക്കും സംഭവിക്കാവുന്ന ഈ ദുരന്തത്തിൽ ഒരു സിസ്റ്റം എങ്ങനെയാണ് എൻ്റെ ജീവനോട് പെരുമാറാൻ പോകുന്നത്, എൻ്റെ ജീവൻ എന്ത് രക്ഷയാണുള്ളത്, എന്തുറപ്പാണുള്ളത് എന്നുള്ള ആശങ്ക എല്ലാ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നതാണ്. Meet the editors.